ഈ പാർട്ട പ്രവർത്തകർ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള ഒരു സമരമൊക്കെ നടത്തിയപ്പോൾ മേജർ രവി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതാണ് ഇവർക്കൊരു വിദേശ ഫണ്ടിങ് ഇവർക്ക് ലഭിക്കുന്നുണ്ടെന്ന്. കാരണം അല്ലാതെ ഈ പാർട്ട പ്രവർത്തകരുടെ ടാഗ് ലൈൻ തന്നെ അവർ പറയുന്നത് ഈ പണിയൊന്നും ഇല്ലാത്തവരായിരിക്കണം സമരത്തിലേക്ക് വരിക എന്നുള്ളത്. സ്വാഭാവികമായിട്ട് പണി ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ പണം എന്നൊരു സാധനം ഉണ്ടാകില്ല. അപ്പോൾ ഇവരുടെ പിന്നിൽ ആരൊക്കെയോ നിന്ന് കളിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതിന്റെ ഒരു തെളിവാണ് ഇന്ന് രാവിലെയോടുകൂടി പുറത്തു വന്നത്. അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇവർ ആടിപ്പാടി അവിടെ കുത്തി മറിയുന്ന ചില വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഇവർക്ക് ഒരു ആഘോഷമൊക്കെ നടക്കണമെങ്കിൽ അല്ലെങ്കിൽ നടത്തണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ ഏതെങ്കിലും ഒരു മുന്തിയ ഇനം ഹോട്ടലിൽ പോയി ചെന്നിരുന്ന ഒരു ആഘോഷം നടത്താമായിരുന്നു. ഇന്ന് തന്നെ മിക്ക ഹോട്ടലുകളിലും ഒരു പാർട്ടി റൂം ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ വലിയ രീതിയിലുള്ള 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ചെന്ന് സ്വാഭാവികമായ ഒരു ആഘോഷം നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ബിയറും ഉൾപ്പെടെയുള്ള ചില മദ്യപാനമൊക്കെ അതിനകത്ത് ഉണ്ടാകും. അതുകൂടാതെ ചിലപ്പോൾ ചില ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ജൻസികളാണ്. അപ്പോൾ ഇവർക്കൊക്കെ ആയിരിക്കും നല്ല രീതിയിലുള്ള ഫണ്ടിങ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു ചെറിയ തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ ഒരു വലിയൊരു വിവാദ കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വ്യാപകമായ ഒരു പ്രതിഷേധം പാർട്ടി പ്രവർത്തകർക്ക് നേരെ ഉണ്ടാകുന്നു. സോനം വാങ്ചുക് അടക്കം CJP പ്രവർത്തകരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാവുന്നത്. സമരം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ പാർട്ടി നേതാക്കൾ നടത്തുന്ന ഇത്തരം ആഘോഷങ്ങൾ അനാദരവാണെന്നാണ് പലരുടെയും അഭിപ്രായം. CJPക്ക് പിന്തുണയുമായി നിരാഹാരം കിടന്നിരുന്ന സോനം വാങ്ചുക്കും ഇക്കാര്യത്തിൽ കടുത്ത വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വിജയത്തോടൊപ്പം എളിമയും ഉണ്ടാകണമെന്നാണ് സോനം വാങ്ചുക് ഇപ്പോൾ പറഞ്ഞത്. ആത്മാഭിമാനത്തോടും സംയമനത്തോടും ഉത്തരവാദിത്തത്തോടും കൂടി വേണം ആഘോഷങ്ങൾ സംഘടിപ്പിക്കാനെന്നാണ് അദ്ദേഹം അനുഭാവികളോട് പറയുന്നത്. വിജയം നേടുന്നത് പോലെ തന്നെ പ്രധാനമാണ് ബഹുമാനവും എളിമയും നിലനിർത്തുക എന്നത്. സമരം അവസാനിപ്പിച്ച മണിക്കൂറുകൾക്കുള്ളിൽ CJPയുടെ പ്രധാന നേതാക്കൾ നൃത്തം ചെയ്ത് ആഘോഷിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത സംവാദങ്ങൾക്കാണ് വഴിവെച്ചത്. CJPയുടെ തന്നെ അനുഭാവികളിൽ നിന്ന് ഈ വീഡിയോക്കെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. സമരത്തിൽ പങ്കെടുത്ത ഡസൻ കണക്കിന് ആളുകൾ വീടില്ലാതെയും പട്ടിണിയിലുമാണ്. അവരെ കാണാതെയാണ് ഈ ആഘോഷമെന്ന് അതോടൊപ്പം തന്നെ ഈ ആഘോഷങ്ങളും ഈ എല്ലാ കുത്തിമറിയുന്നതൊക്കെ നടക്കുന്നതെന്നാണ് ഇൻഫ്ലുവൻസർ മേഘ്നാഥ് പ്രതികരിച്ചത്. CJP നേതാക്കളോടൊപ്പം ഒരു മാസത്തിലേറെയായി ജന്തർ മന്ദിറിൽ ക്യാമ്പ് ചെയ്തിരുന്ന ഡസൻ കണക്കിന് സമരക്കാർക്ക് ഭക്ഷണവും യാത്രാ സൗകര്യവും താനും മറ്റും ചിലരും ചേർന്നാണ് ഏർപ്പാടാക്കിയതെന്നാണ് മേഘ്നാഥ് തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നത്. പുലർച്ചെ 4 മണിക്കാണ് ഞാനിത് കാണുന്നത്. ഞാനും മറ്റ് ഏതാനും പേരും കഴിഞ്ഞ 2 ദിവസമായി വഴിയിലായവരും പട്ടിണിയിലായവരുമായ CJP വോളണ്ടിയർമാരെയും സമരക്കാരെയും സ്വന്തം പണം മുടക്കിയാണ് നാട്ടിലേക്ക് അയക്കുന്നത്. ഞാനൊന്നും പറയേണ്ടതില്ലെന്ന് കരുതിയതാണ്. എന്നാൽ ഈ വീഡിയോ കണ്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി എന്നാണ് മേഘ്നാഥ് പറയുന്നത്. CJPയുടെ ആഘോഷ വീഡിയോയെ കുറിച്ച് മേഘ്നാഥ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെയാണ്. CJPക്കെതിരെ ശക്തമായ മുന്നറിയിപ്പോടെയാണ് അദ്ദേഹം പോസ്റ്റുകൾ അവസാനിപ്പിച്ചത്. നിങ്ങൾ ആഘോഷങ്ങളിൽ മുഴുകുമ്പോൾ ഡൽഹിയിൽ 70-ലധികം സമരക്കാരും വിദ്യാർത്ഥികളും പട്ടിണി കിടക്കുകയായിരുന്നു. കാരണം നിങ്ങൾക്ക് അവരെ പറ്റി ചിന്തയില്ലായിരുന്നു. അഭിനന്ദനങ്ങൾ CJP. നിങ്ങളും ഒടുവിൽ മറ്റൊരു സാധാരണ പാർട്ടി, അതായത് മറ്റൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടി മാത്രമായി മാറിയിരിക്കുന്നു. എന്നാൽ വിമർശനങ്ങൾ ശക്തമായതോടെ ഈ വീഡിയോ പുതിയ തലമുറയുടെ ആവേശത്തിന് വേണ്ടിയാണ് എന്ന് പ്രതിഫലിക്കുന്നതാണ്, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ആവേശത്തെയാണ് ഈ വീഡിയോ പ്രതിഫലിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് CJP ഇതിനെ ന്യായീകരിക്കാനായിട്ട് എത്തിയത്. എങ്കിലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവർ ഇപ്പോൾ ഏറ്റുവാങ്ങുന്നു. ഞങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും റോഡിലിരിക്കാം, നൃത്തം ചെയ്തുകൊണ്ട് പ്രക്ഷോഭം നടത്താം, കോൾഡ് കോഫി കുടിച്ചുകൊണ്ട് സംഘാടനം നടത്താം. CJP വക്താവ് സൗരവ് ദാസ് എക്സിൽ കുറിച്ചതാണ്. ഈ തലമുറ അങ്ങനെയാണ്. ആത്മവിശ്വാസമുള്ളവരും സർഗാത്മകത ഉള്ളവരും പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരുമാണ്. സർക്കാരിനും ചില ടെലിവിഷൻ ആങ്കർമാർക്കും പുതിയ തലമുറയുടെ ഭാഷ മനസ്സിലാകുന്നില്ല. മുതിർന്ന ആളുകൾക്ക് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കാം. അവർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ എന്നാണ് സൗരവ് പറയുന്നത്. ഈ ആഘോഷം യഥാർത്ഥത്തിൽ പ്രസ്ഥാനത്തിന്റെ മുന്നണിയിൽ നിന്ന് വോളണ്ടിയർമാരെ ആദരിക്കാൻ സംഘടിപ്പിച്ച ഒരു കൂട്ടായ്മയാണ്. അത് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ആണ് അദ്ദേഹം പറഞ്ഞത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. എന്നാൽ അതിനു മുമ്പ് എല്ലാ വോളണ്ടിയർമാരുമായി ഒരു തുറന്ന ആശയവിനിമയം നടത്തിയിരുന്നു. ഞങ്ങൾ നിലത്തിരുന്ന് അവരോട് ഓരോരുത്തരും സംസാരിച്ചു. അത് വളരെ ആവേശമായിരുന്നു എന്നൊക്കെയാണ് CJPയുടെ വക്താവ് ഇതിനെ
എതിരായിട്ട്, അതായത് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്. പക്ഷേ ആ മുഴുവൻ, അതായത് ഇവരുടെ പാർട്ടി തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നത്. ഡാൻസുകൾ കളിക്കുന്നത്, ഒരു പബ്ബിൽ എന്താണോ നടക്കുന്നത് ആ രീതിയിലുള്ള ഒരു ആഘോഷം. അതായത് ആരൊക്കെയോ ഒരു മോദി സർക്കാരിന്റെ ഒരു വിക്കറ്റ് വീഴ്ത്തണമെന്ന് ആർക്കൊക്കെ ലക്ഷ്യമുണ്ടായിരുന്നു. അവരാണ് ഈ കോക്രോച്ച് പാർട്ടികളൊക്കെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത്. ആ ഒരു മിഷൻ വിജയിച്ചു. അതിന്റെ ഒരു പാർട്ടി ആഘോഷമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിലേക്ക്, അതായത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ടൈഫോയിഡ് ആണെന്ന് ആണ് ശ്രീജിത്ത് ദീപ്കെ ഡൽഹി സമരപ്പന്തൽ കടന്ന് കരഞ്ഞുകൊണ്ട് വിളിച്ചത്. ഈ ടൈഫോയിഡൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി ആ അസുഖത്തിൽ നിന്നും ഒന്ന് റിക്കവർ ചെയ്യാൻ ഏകദേശം ഒരു 2-3 മാസമെങ്കിലും എടുക്കും. പക്ഷെ 2 ദിവസം കൊണ്ട് ഈ അഭിജിത്ത് ദീപ്കയ്ക്ക് എന്ത് തരം ടൈഫോയിഡാണ് വന്നതെന്ന് ഇപ്പോൾ സംശയമാണ്. അതാണ് ആദ്യമേ തന്നെ സമൂഹ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞൊരു കാര്യം. അവരിപ്പോഴും പറയുന്നത് ഇതിന്റെ പിന്നിൽ, പാറ്റ പ്രവർത്തകർക്ക് പിന്നിൽ ഒരു ഫണ്ടിങ് ഉണ്ടായിരുന്നു എന്നുള്ളത്.